Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ആണ്. ഈ സോഷ്യൽ സയൻസിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. 2025 മാറിയ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ആണ്. അതിലെ ആദ്യ ചാപ്റ്റർ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസിന്റെ പാർട്ട് 2 ക്ലാസ് ആണ് കേട്ടോ. അതായത് രണ്ടാമത്തെ ക്ലാസ് ആണിത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പകുതി ചെയ്തിട്ടുണ്ട്. ബാക്കി പകുതിയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോഷ്യൽ സയൻസിന്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിന്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റൻസ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എത്തുമ്പോഴാണ് നിർത്തിയത്. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളെല്ലാം നമ്മൾ നോക്കി വരികയായിരുന്നു. അപ്പോൾ ചൂഷണങ്ങൾക്കെതിരെ ഇന്ത്യയിലുള്ള ആളുകൾ ഒരുമിച്ച് അവർക്കെതിരെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പ്രതിരോധിക്കാൻ തുടങ്ങി. The economic policies of the British adversely affected various sections of the population in India. അതായത് ബ്രിട്ടീഷുകാർ ഒരുപാട് സാമ്പത്തിക നയങ്ങൾ ഇവിടെ നടപ്പിലാക്കി. അത് ഇന്ത്യക്കാരെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ആളുകൾ റയോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അഗൈൻസ്റ്റ് ചെയ്തിട്ട് യുദ്ധങ്ങൾ പോലെ ചെറിയ ചെറിയ സമരങ്ങളെല്ലാം നടത്തി. ഓക്കെ, ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്നത് വെൻ മോങ്സ് ഓൾസോ ബിക്കേം വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് മോങ്സ് പറഞ്ഞ സന്യാസിമാർ ഒക്കെയാണ് പറയുക, അവരെങ്ങനെയാണ് പോരാളികളായത്, വാരിയേഴ്സായി മാറിയത് എന്നുള്ളത് വായിക്കുക. നമുക്കതിനെ തുടർന്നുള്ളത് നോക്കാം. The East India Company made no effort to solve the problems of famine in Bengal. ബംഗാളിൽ ക്ഷാമമായി. അപ്പോൾ ഈ ക്ഷാമം പരിഹരിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നും തന്നെ ചെയ്തില്ല. Hence the poor peasants and labourers fought against the British and this revolt was supported by the sannyasis. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പെസൻസും ലേബേഴ്സും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെ ആര് സപ്പോർട്ട് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന സന്യാസീസ് അതിനെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ആ കലാപത്തെ സന്യാസി റിബല്യൻ എന്ന് പറയുന്നത്. സന്യാസി കലാപം എന്ന് പറയും കേട്ടോ, സന്യാസി റിബല്യൻ. സന്യാസികൾ മാത്രമല്ല, അവരുടെ കൂടെ ഫക്കീർമാരുണ്ടായിരുന്നു. ഈ റിവോൾട്ടിൽ അവരും ജോയിൻ ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ. അതുകൊണ്ടാണ് ഈ കലാപത്തെ സന്യാസി ഫക്കീർ റിബല്യൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹെഡ്, അതിൻ്റെ ലീഡ് ചെയ്ത ആളുകളാണ് ഭവാനി പതക്കും മജ്നു ഷായും. ഭവാനി പതക് ആൻഡ് മജ്നു ഷാ ലെഡ് ദ സന്യാസി ഫക്കീർ റിബല്യൻ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് സന്യാസി റിബല്യൻ ഇവിടെ നിന്ന് പഠിച്ചു വെക്കുക. അടുത്തത് വരുന്നത് ഫ്രം അഗ്രികൾച്ചർ ടു റിബല്യൻ ആണ്. അപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകൾ എങ്ങനെ പെട്ടെന്ന് കലാപത്തിലേക്ക് പോയി? അതിനുള്ള കാര്യം എന്താ വെച്ചാൽ നീലം പെസന്റ് റിവോൾട്ട്. നീലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉജാല പോലത്തെ ഡൈ ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, ഉജാലയൊക്കെ നമ്മൾ മുക്കില്ലേ, നീലം മുക്കില്ലേ, ആ നീലം എന്ന് പറയുന്നൊരു പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ പണ്ട് നമ്മൾ നീലമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നീലം ആ ചായ മുക്കാൻ വേണ്ടി നീലമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നീലം കർഷകരുടെ കലാപമാണ് 1859 ബംഗാളിൽ നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കർഷക കലാപം, ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ റൂളിനെതിരെ. എന്തായിരുന്നു അതിനുള്ള കാരണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുള്ള ആദ്യ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ്, അതായത് ഇൻഡിഗോ പ്ലാന്റേഴ്സ്. ഇൻഡിഗോ എന്ന് പറയുന്നത് ഒരു ഡൈ തന്നെയാണ് കേട്ടോ, ഈ കളർ തന്നെയാണ്. അപ്പോൾ ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഫോഴ്സ്ഡ് ദ ഫാമേഴ്സ്, ഇവിടെയുള്ള കർഷകരെ നിർബന്ധിച്ചിട്ട് ഇൻഡിഗോ പ്ലാന്റ്, അതായത് അമരി പ്ലാന്റ്, ഇൻഡിഗോ പ്ലാന്റ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓരോ വില്ലേജസിലും അവർ ഫാക്ടറീസ് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫാക്ടറീസിലേക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇൻഡിഗോ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. അമരി പ്ലാന്റിൽ നിന്ന് ഉണ്ടാവുന്ന ഇൻഡിഗോയ്ക്ക് ബ്രിട്ടീഷുകാർ അത് വിൽക്കുമായിരുന്നു അവർ. പക്ഷെ ബ്രിട്ടീഷുകാർ ഈ കർഷകർക്ക് വളരെ കുറച്ച് പൈസ മാത്രമേ കൊടുക്കുള്ളൂ ആ കൾട്ടിവേഷന്. അവർക്ക് മാർക്കറ്റിൽ നല്ല പ്രൈസ് കിട്ടും, പക്ഷെ അതിലും വളരെ കുറവേ ഇവർക്ക് കൊടുക്കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെന്തിനു കാരണമായി? ഫുഡ് ഷോർട്ടേജിനും ചൂഷണത്തിനും ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമായി. പിന്നീട് ആ ഒരു സമയത്ത് തന്നെയാണ് ഇൻഡിഗോ അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ഡൈസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറുകൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ മാർക്കറ്റിൽ ഇൻഡിഗോൻ്റെ ഒരു മാർക്കറ്റ് ഇടിഞ്ഞു. ഇൻഡിഗോൻ്റെ മാർക്കറ്റ് ഇടിയുമ്പോൾ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്ന കർഷകരുടെ അവസ്ഥയും ദുരിതത്തിലാവും അല്ലേ. അങ്ങനെ പോവേർട്ടി കൂടി, ദാരിദ്ര്യം ഇൻക്രീസ് ചെയ്തു. വേറെ ഒരു ഓപ്ഷനും ഇല്ലാണ്ട് പെസൻസ് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ അജിറ്റേഷൻ നടത്തുകയാണ്. കാരണം അവർക്ക് പൈസയും കിട്ടുന്നില്ല, അവരുടെ ജീവിതവും ബുദ്ധിമുട്ടിലായി. ഓക്കെ, അപ്പോൾ ഇത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ് ദാറ്റ് റിവോൾട്ട് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ രണ്ടാളുകളുടെ ലീഡർഷിപ്പിലാണ് ഈ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആസ് റയോട്ട്സ് സ്പ്രെഡ് അക്രോസ് ബംഗാൾ, ഫാമേഴ്സ് അബാൻഡൺ ദെയർ ഇൻഡിഗോ കൾട്ടിവേഷൻ. അങ്ങനെ ഇൻഡിഗോ കൾട്ടിവേഷൻ ഫാമേഴ്സ് ബാൻ ചെയ്തു, ഇനി ചെയ്യില്ല എന്ന് പറയുകയാണ്. ഇൻഡിഗോ ഫാക്ടറീസ് ഒക്കെ അവർ അറ്റാക്ക് ചെയ്യുകയാണ്.
അങ്ങനെ ഫാമേഴ്സ് റെസിസ്റ്റൻസ് ബിക്കം സ്ട്രോങ്. പ്ലാന്റേഴ്സ് ക്ലോസ്ഡ് ഡൗൺ ദ ഫാക്ടറീസ് ആൻഡ് ഇൻഡിഗോ കൾട്ടിവേഷൻ ഓൾമോസ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം ബംഗാൾ. ഫാക്ടറീസ് എല്ലാം മൂടി. അങ്ങനെ ബംഗാളിൽ നിന്ന് ഓൾമോസ്റ്റ് ഇൻഡിഗോ കൾട്ടിവേഷൻ അവസാനിച്ചു. ഇനി മേലെ തന്നിരിക്കുന്നത് സാന്താൾ റിബല്യനെ കുറിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ വായിക്കുക. വൈ ഡു യു തിങ്ക് ദ സാന്താൾ പീപ്പിൾ ഫൗട്ട് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ഈ സാന്താൾ ജനത എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തത് സാന്താൾ റിബല്യൻ ആണ് നോക്കുന്നത് നമ്മൾ. ട്രൈബൽ പീപ്പിൾ ഹു മൈഗ്രേറ്റഡ് ടു ദ രാജ്മഹൽ ഹിൽസ് ഇൻ ബംഗാൾ പ്രൊവിൻസ് ഇൻ ദ 18th century. 18ാം നൂറ്റാണ്ടിൽ രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറിയ ട്രൈബൽ പീപ്പിൾസ് ആയിരുന്നു സാന്താൾമാർ. ഓക്കെ. Landlords unjustly extorted and usurers lent money and snatched their grain and forest resources in exchange. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാട്ടിലുള്ള സാധനങ്ങൾ എക്സ്ചേഞ്ച് ആയി കൊടുത്തിട്ട് പൈസയ്ക്ക് പകരം കൊടുത്തിട്ടൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ കുറേ പറ്റിച്ചു ബ്രിട്ടീഷുകാർ. ഓൾ ദിസ് വാസ് ഡൺ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷ്. ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഹാഡ് നോ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ട്രൈബൽ പീപ്പിൾസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലാൻഡ്. അപ്പോൾ ആ ഒരു ഭൂമി ട്രൈബൽ പീപ്പിൾസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവിടെ ഇവർ ട്രേഡ് തുടങ്ങി ബ്രിട്ടീഷുകാർ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവരുടെ ഭൂമിയിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ, ആ ടാക്സ് റവന്യൂ കൂട്ടി. അപ്പോൾ ഇതൊക്കെയാണ് സാന്താൾ കലാപത്തിന് കാരണമായത്. അങ്ങനെ 1855 സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ റിബല്യൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിദ്ധു ആൻഡ് കൻഹു ഈ രണ്ട് ലീഡേഴ്സ് ആയിരുന്നു ഈ റയോട്ടിന് നേതൃത്വം കൊടുത്തത്. അവരെ ബ്രിട്ടീഷുകാർ കൊല്ലുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു റിബല്യനെ അവർ ബ്രൂട്ടലി ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അങ്ങനെ പക്ഷേ ഈ സാന്താൾ റിബല്യൻ നമ്മുടെ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആദിവാസി കലാപമാണ്, ട്രൈബൽ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അടുത്തത് ഉൽഗുലനാണ്. ദ ഗ്രേറ്റ് ട്യൂമോൾട്ട് എന്ന് പറഞ്ഞ ഉൽഗുലൻ. സാന്താൾ റിബല്യൻ പോലെ തന്നെ ഇന്ത്യയിൽ വേറെയും പല റിവോൾട്ടുകൾ നടന്നിട്ടുണ്ട്. ഉൽഗുലൻ എന്ന് പറയുന്നത് ഒരു ട്രൈബൽ റിവോൾട്ടാണ്. അത് നടന്നത് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് ഓഫ് ദ 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് കോമൺലി നോൺ എസ് മുണ്ട റിബല്യൻ. മുണ്ട റിബല്യൻ തന്നെയാണ് ഉൽഗുലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ഗ്രേറ്റ് അപ്രോർ ഓർ ഗ്രേറ്റ് അപ്ഹീവൽ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ റിബല്യൻ നയിച്ച ആളാണ് ബിർസ മുണ്ട. ഇയാളാണ് ആ ബിർസ മുണ്ട കേട്ടോ. ആൻഡ് എക്സ്റ്റാബ്ലിഷ്ഡ് എ മുണ്ട കിങ്ഡം. മുണ്ട രാജ്യ എക്സ്റ്റാബ്ലിഷ് ചെയ്ത ഇയാളാണ്. ഇൻ ദ മുണ്ട ട്രൈബൽ ഏരിയാസ് ഓഫ് പ്രസന്റ് ഡേ ജാർഖണ്ഡ്. ഇന്ന് ജാർഖണ്ഡിലെ മുണ്ട ട്രൈബൽ ഏരിയ ഉണ്ട്. അവിടെയാണ് മുണ്ട കിങ്ഡം അദ്ദേഹം എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. റിബല്യൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഭൂമി ഗ്രാബ് ചെയ്യുക, ഭൂമി പിടിച്ചെടുക്കുക, ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക, മണി ലെൻഡേഴ്സും മർച്ചൻസും ഒക്കെ ഇവരെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള കാരണമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1899 മുണ്ട ട്രൈബ് ആംഡ് റിബല്യൻ സ്റ്റാർട്ട് ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ. ഒരുപാട് ക്ലാഷസ് ബ്രിട്ടീഷ് പോലീസ് ഇവർക്കെതിരെ നടത്തി. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. റാഞ്ചിയിൽ ഫയറിംഗ് ഉണ്ടായി. ബിർസ മുണ്ട ഇംപ്രിസൺ ചെയ്തു. അവിടെ വെച്ച് മരണപ്പെട്ടു. അയാളെ അവർ ജയിലിൽ അടച്ചു. അവിടെ വെച്ച് ബിർസ മുണ്ട മരിക്കുകയാണ്. മുണ്ട റിബല്യനും ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്യുന്നുണ്ട്. ശേഷം ഇന്ത്യയിൽ നടന്ന കലാപങ്ങളാണ് കുറിച്യ റിബല്യൻ, പഹാരിയ റിബല്യൻ, കോൾ റിബല്യൻ, ബിൽ റിബല്യൻ, ഖാസി റിബല്യൻ. ഇതെല്ലാം ഇന്ത്യയിൽ വേറെ വേറെ ഭാഗങ്ങളിലുണ്ടായ ട്രൈബൽ റിബല്യൻസാണ്. എല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ. ഓക്കെ. ഇനി അപ്രോർ ഓഫ് ബാറ്റിലാണ്. ദ പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഓൾസോ അഫക്റ്റഡ് ദ പോളിഗാസ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ പോളിഗാസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് പോളിഗർമാർ? തമിഴ്നാട്ടിലെ മിലിറ്ററി ലീഡേഴ്സാണ്. ഓക്കെ. ദ ഇംഗ്ലീഷ് വേർഡ് പോളിഗർ ഇസ് ഡിറൈവ് ഫ്രം ദ തമിഴ് വേർഡ് പാലയക്കാർ മീനിങ് ക്യാമ്പ് ഓർ മിലിറ്ററി ക്യാമ്പ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എ പോളിഗർ ഓഫ് പാഞ്ചാലം കുറിച്ചി അറ്റ് തിരുനെൽവേലി ആൻഡ് മരുത പാണ്ഡ്യ ബ്രദേഴ്സ്. അപ്പോൾ ഇവരാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഒരു പോളിഗറാണ്. അയാളൊരു മിലിറ്ററി ലീഡറാണ്. എവിടത്തെ ആയിരുന്നു? പാഞ്ചാലം കുറിച്ചിയിൽ, തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ മിലിറ്ററി ലീഡറാണ്. അതുപോലെ മരുത പാണ്ഡ്യ, ഇവർ ബ്രദേഴ്സാണ്. മരുതപാണ്ഡ്യ ബ്രദേഴ്സ് കേട്ടോ. പോളിഗേഴ്സ് ഓഫ് ശിവഗംഗ, ഇവർ ശിവഗംഗയിലെ പോളിഗേഴ്സാണ്. ഇവരെല്ലാം ഇമ്പോർട്ടൻ്റ് റോൾ ഇതിൽ വഹിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ. As a renowned protector of his people, Kattabomman had a good relationship with his people. The Poligar was also responsible for collecting taxes from the people. അപ്പോൾ അവിടുത്തെ പോളിഗേഴ്സ് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ടാക്സ് പിരിച്ചിട്ടുണ്ടായിരുന്നത്. ദ റൂളർ ഓഫ് പാഞ്ചാലം കുറിച്ചി സറണ്ടർ ടു ദ ബ്രിട്ടീഷ് ബട്ട് കട്ടബൊമ്മൻ വാസ് നോട്ട് വില്ലിംഗ് ടു ഡു സോ. പാഞ്ചാലം കുറിച്ചിയിലെ റൂളർ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ എന്ത് ചെയ്തു? സറണ്ടറായി. പക്ഷെ കട്ടബൊമ്മൻ എന്ത് ചെയ്തില്ല? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഭയങ്കര ബോൾഡായിട്ട് നിന്നു. അയാൾ അങ്ങനെ ചെയ്തില്ല. പക്ഷെ പിന്നീട് ബ്രിട്ടീഷ് ഫർദർ ബേർഡൻ ദ പീപ്പിൾ ബൈ ഇൻക്രീസിംഗ് ദ എക്സിസ്റ്റിംഗ് ടാക്സസ്. വീണ്ടും ടാക്സ് കൂട്ടിയ ആളുകളെ ബ്രിട്ടീഷർ ഉപദ്രവിച്ചു.
The fact that Kattabomman questioned the tax collection by the British made him their enemy. Kattabomman and Marudapandya brothers, who were polygamous of Shivagangai, fought against the British and died as heroes. അപ്പോൾ ഇവരിത് ചോദ്യം ചെയ്തു, ഇവർ ഫൈറ്റ് ചെയ്തു, പക്ഷെ ഇവർ മരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നടന്നത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങൽ കലാപം അഥവാ ആറ്റിങ്ങൽ റിവോൾട്ടിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 1721 നടന്നതാണ്. ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ്. ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ എഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ആറ്റിങ്ങൽ റിവോൾട്ടാണ്. ഇത് ബ്രിട്ടീഷുകാർ കോൺസ്റ്റൻ്റ്ലി ഇവിടെ ആറ്റിങ്ങൽ ഭാഗത്ത് പെപ്പർ ട്രേഡിന് വേണ്ടി ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുരുമുളക് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇടപെടാനും അതുപോലെ തന്നെ ഇവർ നമ്മളുടെ ഇവിടെ കമ്മ്യൂണൽ പ്രോബ്ലംസ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവിടെ കച്ചവടാനുമതി തേടാൻ വേണ്ടി വരികയാണ്. ആറ്റിങ്ങൽ റാണിയാണെന്ന് ഇവിടെ ഭരിക്കുന്നത്. ഓക്കെ, ആറ്റിങ്ങൽ റാണി എവറി ന്യൂ ഇയർ ഇവർ ആറ്റിങ്ങൽ റാണിക്ക് എന്ത് ചെയ്യും, അതുകൊണ്ട് തന്നെ കച്ചവടത്തിനുള്ള അനുമതിയൊക്കെ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യണം, റാണിക്ക് സമ്മാനവുമായിട്ട് വരികയാണ് 1721. അങ്ങനെ റാണിക്ക് സമ്മാനവുമായിട്ട് വരുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഇതിനെ തടഞ്ഞു. ബട്ട് സം ഓഫ് ദ ലാൻഡ് ലോഡ്സ് റെസിസ്റ്റഡ് ദിസ് ബിക്കോസ് ദേ വർ അഫ്രൈഡ് ദാറ്റ് ഇറ്റ് കുഡ് കോസ് സം കൈൻഡ് ഓഫ് ഡേഞ്ചർ. A British contingent of 140 led by Gifford arrived to give gift to ആറ്റിങ്ങൽ റാണി. കണ്ടല്ലോ, അപ്പോൾ 140 പേരുമായിട്ട് ഗിഫോർഡിൻ്റെ ആർമി വന്ന് ഇറങ്ങുന്നുണ്ട് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം കൊടുക്കാൻ. Despite the opinion that it was sufficient to give gifts only through the landlords, this move led to big conflict. This contingent was attacked and killed by the locals without any distinction of class. അപ്പോൾ ഈ ഒരു വന്ന ആളുകളെ അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾ ആക്രമിച്ചു, അവർ കൊല ചെയ്യപ്പെടും. Moreover, the British fort at Anjudengu was surrounded and blockaded. Attingal revolt is significant as the first organized popular uprising against the British rule in Kerala. ഇതായിരുന്നു ആദ്യത്തെ സംഘടിത കലാപം. നെക്സ്റ്റ് വരുന്നത് ദ ഓൺവാർഡ് മൂവ്മെൻറ്റ് ഓഫ് വിമൺ ആണ്. സ്ത്രീകളും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാണ്. അതിൽ എടുത്തു പറയാനുള്ള ആളാണ് കിട്ടൂർ റാണി ചെന്നമ്മ. കിട്ടൂർ റാണി ചെന്നമ്മ ബ്രേവ് ആയിട്ടുള്ള ഒരു വനിതയായിരുന്നു. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമേന്തിയ ലേഡിയാണ്. കിട്ടൂർ എന്ന ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്, കർണാടകയിലുള്ള ഒരു നാട്ടുരാജ്യമാണ്. ദാറ്റ് റെക്കഗ്നൈസ്ഡ് ദ സുപ്രമസി ഓഫ് മറാത്ത റൂൾ. അവിടെ മറാത്ത റൂളാണ്. വെൻ ദ ബ്രിട്ടീഷ് വൺ ദ തേർഡ് ആംഗ്ലോ മറാത്ത വാർ, ബ്രിട്ടീഷുകാർ മൂന്നാം ആംഗ്ലോ മറാത്ത വാർ ജയിച്ചപ്പോൾ കിറ്റൂർ ഏരിയ അവരുടെ അണ്ടർലായി ആരുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈയടക്കി. അപ്പോൾ കിറ്റൂർ ഭരിച്ചിട്ടുണ്ടായിരുന്ന ശിവലിംഗ രുദ്രദേശായി എന്ന് പറയുന്ന റൂളറായിരുന്നു. അദ്ദേഹം മരിക്കും. ആഫ്റ്റർ ഹിസ് ഡെത്ത് ചെന്നമ്മ, അയാളുടെ ഭാര്യയാണ് ചെന്നമ്മ, അവർ എന്ത് ചെയ്തു, ഒരു മകനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ മരിച്ചപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയാണ്. പക്ഷേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് പ്രിവെൻറ്റഡ് ബൈ ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിച്ച് അനക്സ്ഡ് കിറ്റൂർ ടു ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ കിറ്റൂരിലെ രാജാവ് മരിച്ചപ്പോൾ അവിടുത്തെ രാജ്ഞി ഒരു ചെന്നമ്മ എന്ത് ചെയ്തു, ഒരു മകനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തി. പക്ഷെ ആ മകന് അധികാരമില്ല. അപ്പോൾ രാജാവ് മരിച്ചപ്പോൾ ആ കിറ്റൂർ എന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇത് ആ റാണീനെ ദേഷ്യം പിടിപ്പിച്ചു. റാണി പ്രൊവോക്ഡായി. റാണി അങ്ങനെ അവർക്കെതിരെ എന്ത് ചെയ്യുകയാണ്, യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അവരും ബ്രിട്ടീഷുകാരുടെ കസ്റ്റഡിയിൽ നിന്ന് 1829 മരിക്കുകയാണ്. ഓക്കെ, റാണി ചെന്നമ്മ. ഇനി നമുക്ക് ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ടിൻ്റെ ബോക്സ് ഫില്ല് ചെയ്യാം. പെസൻ റിബല്യൻസ് ആയിട്ട് സന്യാസി ഫക്കീർ റിബല്യനും നീലം പെസൻ റിവോൾട്ടും. ട്രൈബൽ റിബല്യൻസ് നമുക്ക് സാന്താൾ റിബല്യനും ഉൽഗുലൻ മുണ്ട റിബല്യൻ. അതുകൂടാതെ മിലിറ്ററി റിവോൾട്ടാണ് പോളിഗർ റിബല്യൻ. ഓൺവാർഡ് മൂവ്മെൻറ്റ് ഓഫ് വിമൺ കിട്ടൂർ റിബല്യൻ. പോപ്പുലർ റിബല്യൻ ആണ് ആറ്റിങ്ങൽ റിവോൾട്ട്. ഈ ബോക്സ് നന്നായി പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണിത്. ദ സ്റ്റോം ദാറ്റ് ഷുക്ക് ദ ബ്രിട്ടീഷ് എംപയർ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കാറ്റ് എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി കൻവർ സിംഗ് വരുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ 1857 ഫൈറ്റ് ചെയ്തതാണ്. വൈഡിറ്റ് നിങ്ങൾക്ക് കുൻവർന്നും കൻവർന്നും വായിക്കാം കേട്ടോ. ഞാനിവിടെ കൻവർ സിംഗ് എന്നാണ് പറയുന്നത്. കൻവർ സിംഗ് ഫൈറ്റ് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. യു മസ്റ്റ് ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ദർ വർ ഐസൊലേറ്റഡ് സ്ട്രഗിൾസ് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ എഗൈൻസ്റ്റ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ട ഒരുപാട് കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. കമ്പനി ട്രൂപ്സ് സപ്രസ്ഡ് ഓൾ സച്ച് സ്ട്രഗിൾസ്. പക്ഷെ കമ്പനി എല്ലാ സ്ട്രഗിൾസും അടിച്ചമർത്തി. 1857 പക്ഷെ ഒരു ഓർഗനൈസ്ഡ് കലാപം ഉണ്ടാവുകയാണ് ബ്രിട്ടീഷുകാരുടെ അധികാരത്തിനെതിരെ.
Therefore, historians consider this revolt as India's first struggle for independence. അതുകൊണ്ട് തന്നെ 1857 റിബല്യൻ ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ആയിട്ട് അറിയപ്പെടുന്നത്. It was the first anti-British struggle in which various sections of the society, including natives, peasants, artisans, native kings, soldiers and landlords took a part. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. What could be the factors that forced these different groups to participate in the rebellion? എന്തൊക്കെ കൊണ്ടാണ് ഈ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടറിൽ നിന്ന് ആൾക്കാർ ഇതിൽ പങ്കെടുത്തെന്നറിയോ? ബ്രിട്ടീഷുകാർ ഇംപ്ലിമെൻറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ് ഇതിന് കാരണം. 2 such policies included subsidiary allianceും ഡോക്ട്രിൻ ഓഫ് ലാപ്സും. സബ്സിഡറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സും 2 പോളിസീസാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ഇത് അപ്പോഴത്തെ ആളുകൾക്കും അധികാരികൾക്കും രാജാക്കന്മാർക്കും ഒന്നും ഇഷ്ടപ്പെടാത്തതായിരുന്നു. കണ്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ്, ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ്, റൂളേഴ്സ് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഹു ഹാഡ് ലോസ്റ്റ് ദെയർ പവേഴ്സ്. ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ പോളിസീസ് എന്താണെന്ന് നോക്കാം. സബ്സിഡറി അലയൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത് ലോർഡ് വെല്ലസ്ലി ആണ്. അന്നത്തെ ഗവർണർ ജനറൽ അദ്ദേഹമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി അലയൻസുമായിട്ട് അതിലേക്ക് കടന്നു വരികയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചില പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ സബ്സിഡറി അലയൻസിലുമായിട്ട് പ്രിൻസ്ലി സ്റ്റേറ്റ് ബ്രിട്ടീഷുകാരുടെ സബ്സിഡറി അലയൻസ് ഓക്കെ, ആ പോളിസി ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു യൂണിറ്റ് ഓഫ് ആർമി ആ ഒരു നാട്ടുരാജ്യത്ത് ഉണ്ടാവും. കമ്പനി പെർമനൻ്റ്ലി ആ കിങ്ഡത്തിൻ്റെ ഉള്ളിൽ ഒരു ആർമി, ബ്രിട്ടീഷുകാരുടെ ആർമി ഉണ്ടാവും. കമ്പനിയുടെ ട്രൂപ്പിൻ്റെ എല്ലാ എക്സ്പെൻസസും ആ രാജ്യം വഹിക്കണം. ആ രാജാവിൻ്റേതായിരിക്കും. കമ്പനിയുടെ എല്ലാ ചെലവുകളും വഹിക്കണം. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു യൂറോപ്യൻ രാജ്യവുമായിട്ടും ആ നാട്ടുരാജ്യം ഒരു അലയൻസിലും വരാൻ പാടില്ല. ഓൺലി ബ്രിട്ടീഷുകാരായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് ആലോചിക്കാതെ ഒരു കാര്യവും അവിടുത്തെ നാട്ടുരാജ്യത്തെ രാജാവ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ സബ്സിഡറി അലയൻസിൽ സൈൻ ചെയ്ത നാട്ടുരാജ്യത്ത് ബ്രിട്ടീഷ് റെസിഡൻസിന്, അതായത് ബ്രിട്ടീഷ് ആർമിക്ക് അക്കോമഡേഷൻ നമ്മൾ കൊടുക്കണം, അതായത് ആ നാട്ടുരാജ്യം കൊടുക്കണം. ഈ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തും. ഇതാണ് സബ്സിഡറി അലയൻസ്. ഇത് അന്നത്തെ രാജാക്കന്മാർക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു നാട്ടുരാജ്യത്തെ രാജാവ് മക്കളില്ലാതെ മരിക്കുകയാണ്, അതായത് ആൺമക്കളില്ലാതെ അവർ മരിച്ചു പോവുകയാണെങ്കിൽ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും, ബ്രിട്ടീഷുകാർ അത് പിടിച്ചെടുക്കും. ഇതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. If the ruler of a princely state died without male heirs, there was a practice of finding a boy from another family as the heir. However, the king's power to adopt was abolished under the doctrine of lapse enacted by Lord Dalhousie. Lord Dalhousie ആണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഒരു അവകാശം ഇല്ലെങ്കിൽ ആ പ്രിൻസ്ലി സ്റ്റേറ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിലാവും. അങ്ങനെ ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവധാണ് ഔദ്, പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് അവധ്. പിന്നെ അതുപോലെ തന്നെ അനദർ റീസൺ ഫോർ ദ റിവോൾട്ട് ഓഫ് 1857 വാസ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിത്ത് ബ്രിട്ടീഷ്. ഇന്ത്യൻ സോൾജേഴ്സ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവർക്കെതിരായി. അങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള 1857 കലാപം നടക്കുന്നത്. Discuss how the Indian princely states were captured by the British with the subsidiary alliance policy and doctrine of lapse. ഈ 2 പോളിസി നടപ്പിലാക്കിയിട്ട് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്തത് എന്നാണ്. ഇത് നിങ്ങൾ ആവശ്യമുള്ളവർ നോട്ട് ചെയ്യുക. സബ്സിഡിയറി അലയൻസ് പോളിസി, ഇതാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇതിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നിങ്ങൾ ഇതിൽ നിന്ന് എഴുതണ്ട. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് എഴുതുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉത്തരം ഒന്നുകൂടി. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇത് നിങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. ഇതിൽ ഇത് മാത്രമേ നമ്മൾ കറക്റ്റായിട്ടുള്ളൂ.
ബ്ലൂവിൽ എഴുതിയത് മാത്രമേ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഡോക്ടർ ഓഫ് ലാബ്സ് എഴുതിയത് മാറിപ്പോയതാണ്. ഇന്ത്യൻ സോൾജേഴ്സിനെ ബ്രിട്ടീഷ് സോൾജേഴ്സിനും ഇന്ത്യൻ സോൾജേഴ്സിനും അവിടെ രണ്ട് തട്ടിലാണ് കണ്ടത്. ഇന്ത്യൻ സോൾജേഴ്സിന് വളരെ ലെസ് പെയ്ഡ് ആയിരുന്നു, ഫുഡും അക്കോമഡേഷനും മര്യാദയ്ക്ക് കൊടുത്തില്ല. ഇതൊക്കെയായിരുന്നു അവരെ ദേഷ്യം പിടിപ്പിച്ചത്. ഇത് കൂടാതെ പെട്ടെന്ന് 1857 കലാപം ഉണ്ടാകാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനി സപ്ലൈഡ് എ ന്യൂ ടൈപ്പ് ഓഫ് എൻഫീൽഡ് ഗൺസ് ടു ദ സോൾജേഴ്സ്. സോൾജേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കമ്പനി പുതിയ ഒരു തോക്ക് കൊടുക്കുകയാണ്. ഇറ്റ്സ് കാർട്രിഡ്ജസ് ഹാഡ് എ ഗ്രീസ്ഡ് പേപ്പർ കവർ. ഗ്രീസ്ഡ് ആയിട്ടുള്ള നിറയൊക്കെ അതിൽ ഗ്രീസ്ഡ് ആയിട്ടുള്ള പേപ്പർ കവർ ആയിരുന്നു. ദിസ് കവർ ഹാഡ് ടു ബി ബൈറ്റൺ ഓഫ് ടു യൂസ് ദ ഗൺ. അപ്പം നമ്മൾ ഈ ഗണ്ണ് കടിച്ചിട്ട് വേണം അന്ന് ഗണ്ണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇറ്റ് വാസ് റൂമേർഡ് എമംഗ് ദ സോൾജേഴ്സ് ദാറ്റ് ദിസ് കവർ വാസ് സ്മിയർഡ് വിത്ത് എ ടൈപ്പ് ഓഫ് ഗ്രീസ് മെയ്ഡ് ഫ്രം കൗ ആൻഡ് പിഗ് ഫാറ്റ്. അപ്പോൾ ആ ഒരു കവർ ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മൾ ആ ഒരു തോക്കിൽ ഉപയോഗിക്കുന്ന ഒരു കവർ ഉണ്ട്, അത് ഉപയോഗിച്ചിരിക്കുന്നതിൽ അതിലത്തെ ഗ്രീസ് ഉപയോഗിച്ചിരിക്കുന്നത് കവിൻ്റെയും അതുപോലെ പന്നിയില്ലേ അതിൻ്റെ കൊഴുപ്പ്, പശുവിൻ്റെയും അതുപോലെ പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണ് എന്നുള്ള ഒരു പ്രചരണം അന്നുണ്ടായി. അപ്പോൾ നമ്മളുടെ ഒരു മതാചാര പ്രകാരം മുസ്ലിംസ് ആണെങ്കിൽ അവർ ഈ പറയുന്ന ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ മതാചാര പ്രകാരം നമുക്ക് ഇന്ത്യയിലെ മതാചാര പ്രകാരമാണ് പറയുന്നത് കേട്ടോ. ഈ കവും പിഗിൻ്റെ ഫാറ്റും ഒക്കെ നമ്മുടെ റിലീജിയസ് ബിലീഫിന് എതിരാണ്. അപ്പോൾ മംഗൾ പാണ്ഡെ അന്നത്തെ സോൾജറാണ്. ബാരക്പൂരിലാണ് അയാൾ ഉണ്ടായിരുന്നത്. അയാൾ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ മംഗൾ പാണ്ഡേനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലും. 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ അയാളെ തൂക്കിക്കൊല്ലുകയാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എതിർത്തതിനാണ് തൂക്കിക്കൊല്ലുന്നത് കേട്ടോ. അങ്ങനെ 1857 കലാപം ആരംഭിക്കുകയാണ് മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റിൽ. മംഗൾ പാണ്ഡേനെ കൊന്നതിന് ശേഷം ഇന്ത്യൻ സോൾജേഴ്സ് എല്ലാം കൂടിയിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒത്തുകൂടിയിട്ട് അന്നത്തെ മുഗൾ റൂളറായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ എംപററായി പ്രഖ്യാപിക്കുകയാണ്. ഇത് കൂടാതെ അന്ന് നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു, അവർക്കൊക്കെ അവരുടെ അധികാരങ്ങൾ നഷ്ടപ്പെടും. അവരെല്ലാം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മാസങ്ങൾക്കുള്ളിൽ തന്നെ ബ്രിട്ടീഷുകാർ ഈ റിബലിയൻ സപ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതാണ് ഒരു പ്രശ്നം. നമ്മൾ 1857 സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഈ ഒരു റിബലിയൻ ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. കണ്ടോ, 1.5 ലക്ഷം ആളുകൾ ഈ ഒരു കലാപത്തിൽ ഔദിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. അതിൽ 1 ലക്ഷം പേര് സിവിലിയൻസ് മാത്രമാണ്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്തി. ഈവൻ ദർ വർ നോ റയോട്ട്സ്, ദ ഇൻസർജൻസ് ഹാഡ് ദ സപ്പോർട്ട് ഓഫ് ദ കോമൺ പീപ്പിൾ. ദ റിയൽ സ്ട്രെങ്ത് ഓഫ് ദ റിബല്യൻ വാസ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. അപ്പോൾ ഈ 1857 കലാപത്തിന്റെ പ്രത്യേകത ഹിന്ദു മുസ്ലിംസ് ഒരുമിച്ച് നിന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബോക്സ്. ഡൽഹിയിൽ കലാപം നയിക്കാൻ ഉണ്ടായിരുന്ന ആളുകൾ ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ബക്ത്ഖാനുമാണ്. ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. ദ റിബൽസ് ഡിക്ലെയർ ഹിം ദ എംപറർ ഓഫ് ഇന്ത്യ. ആഫ്റ്റർ ദ റെവല്യൂഷൻ ദ ബ്രിട്ടീഷ് എക്സൈൽഡ് ഹിം ടു റങ്കൂൺ. നാട് കടത്തിയിട്ടുണ്ടായിരുന്നു ബഹദൂർ ഷാ രണ്ടാമനെ. ഇനി ജനറൽ ബക്ത്ഖാനാണെങ്കിൽ മിലിറ്ററി ജനറൽ ഓഫ് ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ മിലിറ്ററി ജനറൽ ആയിരുന്നു ബക്ത്ഖാൻ. ഝാൻസിയിൽ കലാപം നയിച്ചത് റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിലെ റൂളറാണ്. പിന്നെ കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബ് മറാത്ത റൂളറാണ്. താന്തിയ തോപ്പി നാനാ സാഹിബിൻ്റെ ആർമി ചീഫാണ്. ഗൊറില്ല യുദ്ധതന്ത്രം പ്രാക്ടീസ് ചെയ്തു. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹലാണ് ഔദിലെ ഭരണാധികാരി. ബീഹാറിലെ ആറയിൽ കൺവർ സിംഗ് ആണ്. ഫാമർ ലോഡ് ഓഫ് ജഗദീഷ്പൂരിലെ ഫാമർ ലോഡാണ് കൺവർ സിംഗ്. ഇത് ബൈഹാർട്ട് ചെയ്യുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 1857 കലാപത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ മാത്രമായിരുന്നു റിബല്യൻ നടന്നത്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ കമ്പനി ആർമി ഹാഡ് മോർ ഇംപ്രവൈസ്ഡ് മിലിറ്ററി ആൻഡ് ഓർഗനൈസേഷൻ സ്കിൽസ് ദാൻ ദ മ്യൂട്ടിനേഴ്സ്. നമ്മുടെ ഇവിടെയുള്ള ആളുകളെക്കാൾ മിലിറ്ററി പവറും ഓർഗനൈസേഷണൽ സ്കിൽസും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ജനത ഈ റിബല്യനെ സപ്പോർട്ട് ചെയ്ത് ഉണ്ടായിരുന്നില്ല. എ സെക്ഷൻ ഓഫ് പ്രിൻസ്ലി റൂളേഴ്സ് അബ്സ്റ്റൈൻ ഫ്രം ദ റിബല്യൻ. ഒരു സെക്ഷൻ ഓഫ് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇതിന് വിട്ടു നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് പരാജയപ്പെടുന്നത് കേട്ടോ. പക്ഷേ ബ്രിട്ടീഷുകാർ ഇത് അടിച്ചമർത്തിയെങ്കിലും പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഈ ഒരു
കലാപം തന്നെയായിരുന്നു. കാരണം എന്തൊക്കെയാണ്, പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റ്ലി ആരുടെ കൺട്രോളിലായി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. ഗവർണർ ജനറലിൻ്റെ പൊസിഷൻ മാറി, വൈസ്രോയി ആയി മാറി. പിന്നെ ഇന്ത്യയുടെ നാഷണൽ മൂവ്മെൻറ്റ്സിനെല്ലാം ഇതൊരു ഇൻസ്പിറേഷനായിട്ട് മാറി. അങ്ങനെ ഇവിടെ കച്ചവടത്തിനായി വന്ന ഫോറിനേഴ്സ് ഇവിടുത്തെ രാഷ്ട്രീയ അധികാരം, പൊളിറ്റിക്കൽ പവർ പിടിച്ചടക്കുകയായിരുന്നു. സബ്സിക്വന്റ് നാഷണൽ സ്ട്രഗിൾസ് were fueled by the resistance and movements of people in various regions of India against this. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. മുഴുവൻ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക.